ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഇന്നിവിടെ ഈ സാക്ഷ്യത്തിനായി നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രേഷ്മ. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഭോപ്പാലിൽ ഒരു ഹെഡ് മിസ്സാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് വിജയ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ സ്വന്തമായി സ്കൂൾ നടത്തുകയാണ് ഭോപ്പാലിൽ. അങ്ങനെ ഞങ്ങളുടെ ആ സ്കൂളിന് റെൻറ്റിനായിരുന്നു ഞങ്ങളുടെ സ്കൂൾ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരുപാട് പരിമിതികളുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ സ്കൂൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഞങ്ങൾ സ്കൂൾ സ്വന്തമായിട്ട് വെക്കാനായിട്ട് വസ്തുക്കൾ വാങ്ങിച്ചെങ്കിലും അതിനകത്തൊരു സ്കൂൾ വെക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഞാനങ്ങനെ ഒരിക്കൽ എൻ്റെ അമ്മയാണ് എന്നെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈശോയെ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ 2024 എൻ്റെ അമ്മ പറഞ്ഞു നമുക്കിവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന്. 2024 ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് നല്ലൊരു സ്കൂൾ വയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ സ്കൂൾ വയ്ക്കാൻ ഒരുപാട് തടസ്സങ്ങൾ, ഒരു വർഷത്തോളം ഞാൻ ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായി. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പ്, തൈലം ഞാൻ എൻ്റെ വസ്തുവിൽ മുഴുവൻ ഞാൻ പരതി. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും രാവിലെ എണീറ്റ് മുട്ടുകുത്തി ജപമാല ചൊല്ലുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. എനിക്ക് എപ്പോൾ തോന്നിയാലും ഞാൻ പ്രാർത്ഥിക്കും. അത് ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഈശോ എന്നെ എന്നും എൻ്റെ ഈശോയുടെ സ്വന്തം മകളായിട്ട് തന്നെ എന്നെ വളർത്തിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു പെൺകുട്ടി. ഇന്ന് ഞാൻ ഭോപ്പാലിൽ എന്നെ ആരും കൊണ്ടുപോയതല്ല. ഇന്ന് അവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നല്ല ടീച്ചറാക്കിയത് എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമോ എൻ്റെ വീട്ടുകാരുടെ സാമ്പത്തികമോ ഒന്നുമല്ല. എല്ലാം എൻ്റെ ഈശോയുടേതാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വളർച്ചകളും എൻ്റെ ഈശോയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത്. മാതാവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും നേരത്തെ തന്നെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഞാൻ ഈശോയോട് ചോദിക്കും മാതാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ. പക്ഷേ അപ്പോഴൊക്കെ ഈശോ എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൂടെ എനിക്ക് മറുപടി തരും. കർത്താവ് ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് മാതാവിനോട് ഇതാ നിൻ്റെ മകൻ, ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന വാക്ക് എനിക്ക് കർത്താവ് എപ്പോഴും തരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ എന്ന ഏറ്റവും വലിയ അനുഗ്രഹവും എന്ന് പറയുന്നത് എൻ്റെ ഈ അമ്മയാണ്. ഈ അമ്മ എൻ്റെ കൂടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ 2024 ശേഷം ഒരു ഭയങ്കര മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തുടങ്ങിയത്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഈ അമ്മയുടെ മുമ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗങ്ങളാണോ ജോലിയാണോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും മധ്യസ്ഥ നേടിത്തരും. കർത്താവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനങ്ങനെ എൻ്റെ സ്കൂളിൻ്റെ ഒരു വർഷത്തോളം എൻ്റെ സ്കൂളിൻ്റെ പണികളൊന്നും, അതിനൊരു ലോൺ ആവശ്യമുണ്ടായിരുന്നു, അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തിനോടും മാതാവിനോടും പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്കൂളിന് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആണ്, എൻ്റെ സ്കൂളിന് കല്ലെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അടുത്ത ഡിസംബർ 25-ാം തീയതി തന്നെ എൻ്റെ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വരച്ച പ്ലാനെക്കാട്ടിലും വളരെ വലുതായ ഒരു സ്കൂൾ ഞങ്ങൾക്ക് കിട്ടാൻ കർത്താവും മാതാവും ഞങ്ങളെ സഹായിച്ചു. ഞാൻ വിചാരിച്ചത് ഒരു 30 ലക്ഷം രൂപയുടെ ലോണെങ്കിലും ബാങ്ക്, കാരണം ഞങ്ങൾ കേരളത്തിലുള്ളവരാണ്. ഞങ്ങൾക്കൊരു ഭോപ്പാലിലൊരു ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ വിചാരിച്ചൊരു 30 ലക്ഷം രൂപയെങ്കിലും ബാങ്ക് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന്. പക്ഷേ മാനേജർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ 40 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഒരു അത്ഭുത മരുന്നാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും രോഗങ്ങൾ വന്നാലും ഞാൻ ഉപയോഗിക്കുന്ന ഉടമ്പടി തൈലമാണ്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഞങ്ങളുടെ സ്കൂളിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് വിതറാറുണ്ട്. അങ്ങനെ എൻ്റെ സ്കൂളിന് ഓപ്പണിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ സ്കൂൾ വെച്ചത് ഒരു ഹൈസ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ സ്കൂൾ വെച്ചത്. അന്നേരം അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല സ്കൂളൊക്കെ വെച്ചു, ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, എല്ലാം ഉണ്ട്, ഇനി അതിന് അപ്രൂവൽ കിട്ടിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അന്നേരം ഇനിയിപ്പോൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മാതാവിനോടും കർത്താവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്താൽ ഇനി പത്രമൊക്കെ കൊടുക്കണം, 5:30 തന്നെ എണീക്കണമെന്നെല്ലാം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ്
പോയി കഴിഞ്ഞ് ഞാൻ വിചാരിച്ച അപ്രൂവലൊക്കെ റെഡിയായി കാണുമെന്ന്. ഒരു ദിവസം ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് അറിയുന്നത് സ്കൂളിൻ്റെ അപ്രൂവൽ റിജക്റ്റഡ് ആയിരുന്നു. ഞാൻ ഇത്രയും പരിശ്രമിച്ചുണ്ടാക്കി ഈ സ്കൂളിന് അപ്രൂവൽ ഇല്ലെങ്കിൽ പിന്നെ ആ സ്കൂൾ എനിക്ക് നന്നായിട്ട് നടത്താൻ കഴിയുകയില്ല. ഞാൻ ഒരുപാട് പബ്ലിസിറ്റി ചെയ്തു, ഇത്രയും വലിയ ലോൺ എടുത്തു, പക്ഷേ അതിന് അപ്രൂവൽ ഇല്ലെങ്കിൽ എനിക്കത് നടത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ കൂടാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് അന്നേരം എനിക്ക് മനസ്സിലായി ഓൺലൈൻ ഉടമ്പടിക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡ് ധ്യാനത്തിൽ ഞാൻ കൂടുമായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മെഴുകുതിരിയിൽ ഒരു മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അന്നേരം വിചാരിച്ചു ഇത് മാതാവ് തന്നെ ആണോ. അന്നേരം ഞാനത് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അന്നേരം എനിക്ക് അങ്ങ് കരച്ചിൽ വന്നു. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടായാലും ഞാൻ ബൈബിൾ തുറക്കും, കർത്താവിനോട് ചോദിക്കും. അന്നേരം എനിക്ക് കിട്ടിയ വചനഭാഗം ലൂക്ക 1:43 അതിനകത്ത് എലിസബത്ത് മറിയ വീട്ടിൽ വരുമ്പം, മാതാവ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഉള്ള വചനഭാഗം എനിക്ക് കിട്ടി. അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും എൻ്റെ മാതാവ് എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ തന്നെ ഈ സ്കൂളിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് എൻ്റെ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവിടെ ഇത്രയും നന്നായിട്ട് ജീവിക്കുന്നതിന് നമ്മുടെ സ്വന്തം കഴിവുകളോ നമ്മുടെ പണമോ ഒന്നുമല്ല, നമ്മളൊന്നും അല്ലായിരിക്കും. ഞാനൊരു മലയാളം മീഡിയം സ്കൂളത്തിൽ പഠിച്ച കുട്ടിയായിരുന്നു. എൻ്റെ +2ൻ്റെ എല്ലാ മാർക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കും എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കാണ്, പക്ഷേ ഇംഗ്ലീഷിന് മാത്രം കുറവാണ്. കാരണം മലയാളം മീഡിയത്തിൽ നന്നായിട്ട് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് കിട്ടുകയില്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കർത്താവിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഞാൻ നാണം കെട്ടിട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ ഈശോയെ. ഞാൻ MBA കംപ്ലീറ്റഡ് ആണ്. ഞാൻ വിചാരിച്ചു ഞാൻ MBA വരെ പഠിച്ചു, പക്ഷേ ആരെങ്കിലും എന്നോട് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതിൻ്റെ കുറവുകൊണ്ടായിരിക്കുന്നു. പക്ഷേ നമ്മുടെ കുറവുകളൊക്കെ തീരുമാനിക്കുന്നത് ഈശോയാണ്. ഇന്ന് ഞാൻ ഭോപ്പാലിൽ ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ്. അതിനെല്ലാം നമുക്ക് വേണ്ട സമയത്ത് ബുദ്ധി, നമ്മൾ ഈശോയോടും മാതാവിനോടും കൂടെ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് വേണ്ട ബുദ്ധിയും നമുക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും നമ്മളെ ആരാക്കണമെന്ന് നമുക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം. അതെല്ലാം നമുക്ക് ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധിച്ചു തരും. അങ്ങനെ ഈ സ്കൂളിൻ്റെ റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അപ്പീലിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്പീലിന് കൊടുക്കാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ആരും കാണാതെ ഓഫീസിൻ്റെ വാതൊക്കെ എല്ലാ സ്കൂളുകാരും അവിടുത്തെ DO എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സ്കോപ്പൊന്നും ഇല്ല, കാരണം ജോയിൻറ്റ് ഡയറക്ടർ റിജക്റ്റ് ചെയ്താൽ നിങ്ങളിനി ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും സ്കൂളായിട്ട് അറ്റാച്ച് ചെയ്ത് സ്കൂൾ നടത്തും, സ്കൂളിന് അപ്രൂവൽ കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്നാലും അന്നേരം ഞാൻ ബൈബിൾ എടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ പരീക്ഷണനായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന്. എൻ്റെ കർത്താവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഓടിപ്പോയി മെഴുകുതിരി കത്തിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അന്നേരം എന്നോട് എല്ലാത്തിനും മറുപടി തരാറുണ്ട് കർത്താവ്. ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും കാര്യം ഇത് ശരിയാണോ കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാണോ, എൻ്റെ മോളെ ഒന്ന് അടിച്ചാൽ പോലും ഞാൻ ഓടിപ്പോയി വചനം എടുക്കും. അന്നേരം എന്നോട് പറയും മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന്. ഞാൻ എന്ത് കാര്യം ഉണ്ടായാലും എൻ്റെ കർത്താവിനോട് ചോദിക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഞാൻ DO എന്നോട് പറഞ്ഞു അതിന് സ്കോപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ താഴെയെല്ലാം ഉടമ്പടി ഉപ്പ് വിതറി, തൈലം വിതറി. പിന്നെ ഞാൻ അവിടെ അപ്പീലിന് കൊടുത്ത എൻ്റെ ഫോമിനകത്ത് ഞാൻ ഉടമ്പടി തൈലം, ഉപ്പിട്ടാൽ ആരെങ്കിലും കാണുമെന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ഉടമ്പടി തൈലം, എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുത്തത്. ഒരു സ്കൂളിനും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഡെയിലി അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു 7 തീയതി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്, ഈ 7-ാം തീയതി തടസ്സമാക്കപ്പെട്ട ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതായിട്ട് അച്ഛൻ ഇങ്ങനെ ദൂത് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി ദൈവമേ ഇത് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും അച്ഛൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഏപ്രിൽ 7-ാം തീയതി രാവിലെ തൊട്ട് എന്നും രാവിലെ എണീറ്റ് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കും, എൻ്റെ സ്കൂളിന് അപ്രൂവലായോ, അച്ഛൻ പറഞ്ഞ ഡേറ്റ് ഇതാണല്ലോ എന്ന്. പക്ഷേ രാത്രി 8:30 വരെ ഞാനിങ്ങനെ മാറി 5 മിനിറ്റ് ഇടവിട്ട് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ ഇനി വേറെ വല്ലവരെയും കുറിച്ചായിരിക്കും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് മാറി, പിന്നെ നോക്കാൻ പോയില്ല. അന്നേരം രാത്രി 9:30 ആയപ്പോൾ ഒരു സ്കൂളുകാരൻ്റെ കോള് വരികയാണ്, ഞങ്ങളുടെ ആളുടെ സ്കൂളിൻ്റെ അപ്പീൽ എല്ലാവരുടെയും റിജക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ സ്കൂളിൻ്റെ അപ്പീൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിന് മാത്രം അപ്രൂവൽ കിട്ടിയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള സ്കൂളുകാർ ഞങ്ങളുടെ സ്കൂളിൽ വന്നതിന് ശേഷം ഇതിന് അപ്രൂവൽ കിട്ടാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള
കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്യാറുണ്ട്, പലതരത്തിൽ ഞങ്ങൾ ദ്രോഹിക്കാറുണ്ട്. കാരണം ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്, കേരളക്കാരാണ്, അവർ ഭോപ്പാലിലുള്ളവരാണ്. ഞങ്ങളുടെ സ്കൂൾ ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്കൂൾ അവിടെ സക്സസ് ആവാൻ അവർ അനുവദിക്കുകയില്ല. അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും കർത്താവ് ഞങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിന് അപ്രൂവൽ കിട്ടിയപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു. അതിന് എൻ്റെ ഹസ്ബൻഡ് വരാൻ പറ്റിയില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഞാനും കൂടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു നടുവേദന വന്നപ്പം ഞാനിങ്ങനെ തടയി കൊടുത്തോണ്ട് ഇപ്പോൾ അവിടെ ഒരു മുഴ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ മുഴയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേടിയായി, ഇതെന്താ ഇങ്ങനെ മുഴ. 1-2 ദിവസം കഴിയും തോറും ആ മുഴ ചെറുതായിട്ട് വലുതാവും. ഞാൻ പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്തോ അവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ എന്തോന്ന് അറിയത്തില്ല. ഞാൻ പക്ഷേ ഹസ്ബൻഡ് പേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷേ ഞാൻ നന്നായി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു മുഴയാണത്. ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ടെൻഷനായി. ഞാൻ എന്ത് കാര്യം വന്നാൽ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പം ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. അന്നേരം എനിക്ക് സ്വന്തമായിട്ട് ടെൻഷനായി, ദൈവമേ ഇതെന്താ ഈ മുഴ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതെന്ന്. ഞാൻ അന്നേരം എന്നും ഉടമ്പടി തൈലത്തിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് നടുവിന് തടവും. എന്നിട്ട് ഞങ്ങളിപ്പോൾ ലീവിന് വന്നതാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ഞാൻ ഓടി വന്ന ഉടമ്പടി എൻ്റെ പുതുക്കി. കാരണം എൻ്റെ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. പുതുക്കി കഴിഞ്ഞ് ഞാനിവിടെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവേദനയും ആ മുഴയും കാണാതിരിക്കാൻ വേണ്ടി. ഒരാഴ്ചയായുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ എന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ഒരുപാട് സ്വത്തും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആയുസ്സും നല്ലതായിട്ടൊരു ആരോഗ്യം, വേറെ ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, കടബാധ്യതകളോ പണങ്ങളോ ഒന്നും എനിക്ക് വേണ്ട, നന്നായിട്ട് സമാധാനമുള്ളൊരു ജീവിതം തരണേന്നേ പ്രാർത്ഥിച്ചുള്ളൂ, രോഗങ്ങൾക്കൊന്നും ഞങ്ങളെ ഇടവരുത്തല്ലേ എന്ന്. ഇന്ന് രോഗങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ എന്ത് വിധിയാണെന്നൊക്കെ ഞങ്ങളുടെ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ചിലപ്പോൾ പറയുന്ന നമ്മുടെ വിധിയാ, സമയം ശരിയല്ലെന്നൊക്കെ പറയും. നമ്മുടെ എത്ര സമയം കൊള്ളത്തില്ലെങ്കിലും എത്ര വലിയ വിധിയാണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞാൽ മതി. കർത്താവിൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ കരച്ചിലാണ്. നമ്മൾ നമ്മുടെ അപ്പനോട് ചോദിക്കത്തില്ലേ, ഓരോ കാര്യം വാശി പിടിക്കത്തില്ലേ, വേണ്ടതാണെങ്കിൽ അപ്പനത് സാധിച്ചു തരത്തില്ലേ. അതുപോലെ നമുക്ക് എന്താവശ്യമുള്ള സാധനമാണെങ്കിലും നമ്മൾ കരഞ്ഞ് കർത്താവെ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പലപ്പോഴും വാശി പിടിക്കാറുണ്ട്, എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ വലിയതൊന്നും ഞാൻ കർത്താവിനോട് ചോദിക്കത്തില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പം 35 വയസ്സായി. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ എനിക്കറിയാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെയും ചോദിച്ച എല്ലാ വിഷമങ്ങളും, ഞാൻ പോലും മറന്നുപോയ എൻ്റെ വിഷയങ്ങൾ പോലും ഓർത്തെടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഈ കൃപാസനത്തിൽ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ കർത്താവിനോട് ചോദിച്ച്, കർത്താവ് നമ്മളോട് നമ്മുടെ ബൈബിളിൽ കൂടെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. നമ്മുടെ നടക്കാനായിട്ട് നമ്മുടെ സ്വന്തം ബന്ധുക്കളായപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല കൂടെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ കർത്താവ് പറഞ്ഞു വിടുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മച്ചി എന്ന് വിളിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാഴ്ചയായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് തടവുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ് എന്ന് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരാഴ്ച ഞാൻ വന്നപ്പോൾ ചോദിച്ചു, പിന്നെ ഇതുവരെ ആ നടുവേദന വന്നിട്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ നടു തൊട്ട് നോക്കിയപ്പോൾ ആ ഒരു മുഴ അവിടെ ഹസ്ബൻഡിനെ കാണാനില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ദൈവമേ, ഇപ്പോൾ ഞാൻ 2-3 പേരോട് ചോദിച്ചാൽ പറഞ്ഞു ചിലപ്പോൾ നടുവിന് ഓപ്പറേഷൻ വല്ലതും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് 28-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. ഞാൻ ദൈവമേ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്തൊക്കെ കിടക്കാനൊന്നും എൻ്റെ അവസ്ഥ നിനക്കറിയാം. കാരണം പുതിയ സ്കൂളാണ്. ഇപ്പം ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ട്രീറ്റ്മെൻറ്റും ഒരുപാട് പൈസയൊന്നും ഇപ്പം മുടക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. അന്നേരം ഞാൻ ആ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേ പോലും എടുക്കണ്ടെന്ന് പറഞ്ഞു. പരിപൂർണ്ണ സൗഖ്യം. വെറും 250 രൂപയുടെ ഒരു മസിലിനുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തത്. പരിപൂർണ്ണ സൗഖ്യം വന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചോറും അതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ചേച്ചിയുടെ മോന് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട്, അവൻ പഠിക്കാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. മോന് 90% മാർക്കോടുകൂടി അവനും വന്ന് ഇന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞ് ചെറിയമ്മയൊന്ന് പറഞ്ഞേക്കണമെന്ന്. ഞങ്ങൾ വിചാരിച്ചതിനേൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ ഭോപ്പാലിൽ, എനിക്ക് അവരുടെ ഭക്ഷണമൊക്കെ വേറെ ആയതുകൊണ്ട് അമ്മ ഇവിടെ ചോറ് കൊടുക്കുന്ന പോലെ അവർ ചോറൊന്നും കഴിക്കുകയില്ല. അന്നേരം ഞാൻ അവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, ഒരുവിധം നല്ല ഡ്രസ്സുകൾ തന്നെ, കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ തന്നെ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിലൊന്നും സന്ദർശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ റോഡുകളിലെല്ലാം പോയിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്.
ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഉറങ്ങണം. രാവിലെ 7:30 വരെയൊക്കെ അവധിയാണെങ്കിൽ ഞാൻ 8:30 വരെ കിടന്നുറങ്ങും. പക്ഷേ ഇനി എത്ര അവധിയാണെങ്കിലും ഞാൻ 5:30 ആകുമ്പം എണീക്കാറുണ്ട്. 5:30 എണീറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഒരു ദിവസം പോലും ഇനി എത്ര ലേറ്റായാലും ഞാൻ കൊന്ത ചൊല്ലുന്നത് മുടക്കാറില്ല. ഞാൻ സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കി ഒരുപാട് വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 21, 91, 121, 51 സങ്കീർത്തനം ഞാൻ ഹസ്ബൻഡും മുട്ടുകുത്തി നിന്ന് ദിവസവും ചെല്ലാറുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ഞാൻ ഒരു 2020 തൊട്ട് ഞാൻ എല്ലാ ദിവസവും വചനങ്ങൾ എഴുതാറുണ്ട്. എൻ്റെ ഓരോ നിയോഗങ്ങളും വെച്ച് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ മറന്നുപോയൊരു കാര്യം, ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ സ്കൂളിൻ്റെ പ്ലാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്കൂളായിരിക്കണം എൻ്റെ സ്വപ്നത്തിലെ സ്കൂളെന്ന്. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതിനെക്കാട്ടി ഉപരിയായിട്ട് വലിയൊരു സ്കൂൾ തന്നെ വെക്കാൻ എനിക്ക് പറ്റി. മാതാവിന് ഈശോയ്ക്കും എന്നെ ഇന്ന് ഇവിടെ സാക്ഷ്യത്തിനായി നിർത്തിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പ്രഭാഷകൻ 39, 19, 20 തിരുവചനങ്ങൾ. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. രശ്മയുടെ അതിശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. ഒരു അക്രൈസ്തവ മകളാണെങ്കിലും എത്ര കണ്ട് അമ്മമാതാവിനെയും ഈശോയെയും സ്നേഹിച്ച് തിരുവചനം പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും തിരുവചനത്തോട് നിരന്തരം സംഭാഷിച്ചും അമ്മയുടെ കരങ്ങളിൽ ഓരോ നിമിഷവും ജീവിതം കടന്നുപോയിരുന്ന പ്രതിസന്ധികളെ ഏൽപ്പിച്ചു കൊടുത്ത് അത്ഭുതകരമായ തരത്തിൽ തൻ്റെ ജീവിതത്തെ ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവിക ഇടപെടലിൽ അമ്മ മാതാവിൻ്റെ സഹായത്തിൽ എല്ലാവർക്കും അതിൻ്റെ ആ അനുവാദം നിരസിച്ചപ്പോഴും ഇവർക്കും മാത്രം അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞതുപോലെ സന്ദേശം കൈമാറിയതുപോലെ 7 എന്ന സന്ദേശത്തിൽ ഏപ്രിൽ 7-ാം തീയതി രാവിലെ മുതൽ സന്ധ്യ വരെ നോക്കിയിട്ട് ഒരുപക്ഷെ രേഷ്മ ഉപേക്ഷിച്ച സമയത്ത് ഇന്നിനി ഇത് കിട്ടത്തില്ല, മറ്റാർക്കെങ്കിലും ആയിരിക്കും സന്ദേശമെന്ന് കരുതി വയ്ക്കുമ്പോൾ രാത്രി 9:30 മണി കഴിയുമ്പോൾ ആ അനുവാദം ആ സ്കൂളിന് നൽകിക്കൊണ്ട് വലിയ അടയാളത്തിലൂടെ സ്കൂളിലെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുവാൻ അനുവാദത്തോടുകൂടി തുടങ്ങുവാൻ അമ്മ മാതാവ് നൽകിയ സാക്ഷ്യത്തെ അനുഗ്രഹത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ ചെറുതോ വലുതോ എന്നതിലല്ല, ആ വയ്ക്കുന്ന നിയോഗത്തോട് നമ്മൾ എത്രത്തോളം മനസ്സ് കൊടുക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ പ്രതിസന്ധി ലോൺ കിട്ടുക എന്നതായിരുന്നു. 30 ലക്ഷത്തിന് തരാമെന്ന് ബാങ്ക് പറയുന്നു. കയ്യിലുള്ളത് കൂടെ ചേർത്താൽ അത് പോരാതെ വരും. ഏതാണ്ട് 1 കോടി രൂപയുടെ ബിൽഡിംഗ് ആണത്. അതുകൊണ്ട് കുറച്ചുകൂടി ലോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ ഡോക്യുമെൻറ്റ്സിന് പുറത്ത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കൈമാറുമ്പോൾ ഒരു നിർബന്ധമില്ലാതെ ഒരു വാദപ്രതിവാദമില്ലാതെ അത് സ്വീകരിച്ചിട്ട് നിങ്ങൾ എത്രയാണ് ആഗ്രഹിക്കുന്നത് 40 എന്ന് പറയുമ്പോൾ 40 ലക്ഷം അനുവദിച്ചുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ലോൺ അനുവദിച്ച് കിട്ടിയതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറഞ്ഞു, ആ കെട്ടിടമൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോൾ എനിക്ക് ഓവർ കോൺഫിഡൻസായി. കാരണം നല്ല കെട്ടിടം, എല്ലാ സൗകര്യങ്ങളും, ഇനി അനുവാദത്തിന് എന്താ തടസ്സമുള്ളത്? അത് എൻ്റെ ഉടമ്പടി ജീവിതത്തെയാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ പുറകോട്ട് മാറി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ എന്നെ തന്നെ പ്രാർത്ഥിക്കാം, ഉടമ്പടി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് മാറി. ഓർത്തിരിക്കണം, ഉടമ്പടി പ്രകാരം നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തത കൈവിടാതെ നിലനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്തരവാദിത്വമുണ്ട്. മക്കൾ അതാ പറഞ്ഞത്, ഞാൻ ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് മാറി എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അനുവാദം റിജക്റ്റഡായെന്ന്. വീണ്ടും എവിടെയാ പാളിച്ചയെന്ന് തിരുത്തുമ്പോൾ ബാക്കി എല്ലാ കാര്യവും ഓക്കെയാണ്. ഓക്കെ അല്ലാത്തത് ഉടമ്പടി മാത്രമാണ്. വീണ്ടും അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ആ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് രാപകൽ ഉടമ്പടി പ്രകാരം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, നിയമപരമായി കുരുക്കുള്ളത് ദൈവകരുണയാൽ എനിക്ക് അനുവദിച്ച് കിട്ടുവാൻ പ്രാപ്തിയുണ്ട് എന്ന ഒറ്റ നിലപാടിൽ
ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, അതിൻ്റെ അപ്പീൽ പെറ്റീഷനിൽ ബാക്കി എല്ലാവരുടേതും റിജക്റ്റഡ് ആകുമ്പോൾ ഇവർക്ക് മാത്രം അനുവാദം കിട്ടിയെന്ന്. ദൈവത്തിന് ആയിരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ ഒറ്റയ്ക്ക് സഹായിക്കുവാൻ കരുത്തുണ്ട്. നാം ഇത് കാണുന്നുണ്ട് തിരുവചനത്തിൽ. അവിടെ എല്ലാവരും കൂടെ തിക്കിക്കുട്ടി യേശുവുമായി യാത്ര ചെയ്യുമ്പോൾ യേശു പറയുന്നില്ലേ, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു, ആർക്കാ സൗഖ്യം കിട്ടിയതെന്ന്. ആ രക്തസ്രാവക്കാരിയുടെ സൗഖ്യത്തെ ആൾക്കൂട്ടത്തിന് നടുവിലാണ് അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, നിന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ മതി, ഞാൻ സൗഖ്യപ്പെടുമെന്ന്. അതുകൊണ്ട് നാം തിക്കിക്കൂട്ടുന്നു എന്നതിലല്ല, നിന്റെ ആത്മാവ് ഈശോയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നതിൽ നീ വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കരുത്തുണ്ടോ, അമ്മ കൂടെ നിന്ന് സഹായിക്കുവാൻ ഈശോയുടെ അനുഗ്രഹം നേടിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ പങ്കുവെച്ചത്. സഹോദരന് വന്നൊരു രോഗക്ലേശം, ഒരു തരി മരുന്നില്ലാതെ ഉടമ്പടി തൈലമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഔഷധം കൊണ്ട് അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന കൊണ്ട് പരിപൂർണ സൗഖ്യം നേടിയതും മകളിവിടെ പങ്കുവെച്ചു. അതിനേക്കാൾ ഉപരി നമ്മളേറെ ആകർഷിച്ചത് അവരുടെ ആത്മീയ ജീവിതമാണ്. ഒരു അക്രൈസ്തവ മകളെങ്കിലും എത്ര കണ്ട് അമ്മ മാതാവിനോട് ഈശോയോട് സ്നേഹിച്ചുകൊണ്ട് വചനം ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വചനത്തോട് മറുപടി ചോദിച്ചുകൊണ്ട് ആ ലഭിക്കുന്ന മറുപടികൾക്കനുസരിച്ച് ജീവിതത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് നിരന്തരം മുന്നേറുന്ന ഒരു ആത്മീയത. പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടി ഒരു ഇൻ്റഗ്രൽ പാക്കേജാണ്. ഇതിനകത്ത് എല്ലാ മേഖലകളെയും സമഗ്രമായി നമുക്ക് സമഞ്ജസിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്, ഉപവസിക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്, വചനത്തെ സ്വാംശീകരിച്ച് ധ്യാനിക്കുവാൻ ഉടമ്പടിയിൽ നമുക്കിടമുണ്ട്, കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അഗതികൾക്ക് പങ്കുവയ്ക്കുവാൻ നമുക്കിടമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ ശക്തിയുക്തം സധൈര്യം ഏതിടത്തേക്കും പങ്കുവയ്ക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്. അതുകൊണ്ട് സമഗ്രതയുടെ ഈ ദൈവിക പദ്ധതിയിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് ജീവിക്കാം. ദൈവം കൂടെ നിന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.